പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. പാക് ഭീകരസേന ഭ്രാന്ത് പിടിച്ചതുപോലെ നടത്തുന്ന ഷെല്ലാക്രമണത്തിൽ കശ്മീരികളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും കൂട്ടപ്പലായനമാണ്. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത രാജ്യത്തിനുണ്ട്. അവരത് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വ്യോമയാത്രയെ ഇത് ബാധിച്ചിട്ടുണ്ട്. അനേകം വിമാനത്താവളങ്ങൾ അടയ്ക്കേണ്ടി വന്നു. ഇൻഡിഗോയും എയർ ഇന്ത്യയും അടക്കമുള്ള വിമാനങ്ങൾ പലതും റദ്ദാക്കപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളും അങ്ങനെ റദ്ദാക്കപ്പെട്ടവയിൽ പെടുന്നു. ഇത്തരം പരിമിതികളിൽ ഒതുങ്ങുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിസന്ധി. നമ്മുടെ വിപണി കുതിച്ചുയരുകയാണ്. പാകിസ്ഥാന്റെ വിപണി കൂപ്പുകുത്തുമ്പോൾ അതെ, ഭാരതത്തിന്റെ ആത്മാഭിമാനം ആകാശത്തോളം ഉയർന്നിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ പാഠം പഠിപ്പിക്കാൻ, ആ ഭീകരതയുടെ കണ്ണികൾ ഓരോന്നായി കൊത്തിപ്പെറുക്കി ചുട്ടരിക്കാൻ ഇന്ത്യ രംഗത്തിറങ്ങുമ്പോൾ ലോകം ചേർത്ത് പിടിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ അടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, ഇനി ആരും അടിക്കില്ലെന്നാണ്. അതായത് ഇന്ത്യയുടെ പ്രതികാരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യ പ്രതികാരം ചെയ്തു, ഇനി പാകിസ്ഥാനെ മര്യാദയ്ക്കിരുന്നോണം എന്ന സന്ദേശം. ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി കൂടിയായ ഇന്ത്യൻ വംശജൻ ഋഷി സുനക് പറഞ്ഞു, ഇന്ത്യ എക്കാലത്തും നീതിക്കൊപ്പമാണ്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തുന്ന പോരാട്ടം ധീരമാണ്. ഇതാ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു, ഒപ്പം നിൽക്കുന്നുവെന്ന്. സകല ഭരണാധികാരികളും പറയുന്നു ഇനി ആരും ഒന്നും ചെയ്യരുതെന്ന്. ഇന്ത്യ ദൗത്യം പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയായിരുന്നു ലോകരാഷ്ട്രങ്ങൾ. അതുകൊണ്ട് പാകിസ്ഥാനോട് മുന്നറിയിപ്പാണ്, ഇനി അനങ്ങരുത്, മര്യാദയ്ക്ക് ഉള്ള ഭൂമി കാത്ത് ജീവിക്കുക.